സോ ഫൈനലി നമ്മൾ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി തിരികെ പോകുന്നത് കുട്ടിക്കാനം വഴി പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതും ഇടുക്കിയുടെ മറ്റൊരു വ്യൂ ആണ്. ഇടുക്കിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഇടുക്കിയിലേക്ക് കയറി വരുമ്പോൾ ഒരു വ്യൂവും ഇടുക്കിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മറ്റൊരു വ്യൂവും നമുക്ക് കാണാൻ പറ്റും. അത് എത്രയേറെ ഭംഗിയുള്ളതാണെന്ന് അതിലേക്ക് നമ്മൾ അത്ര ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതി സ്നേഹം ഉള്ള ആൾക്കാർക്ക്, അതായത് പ്രകൃതി ആസ്വദിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഇതുവരെ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഒരുപാട് പേര് ട്രിപ്പ് പോകാറുണ്ട്. ഇപ്പം ഞാനും ഇവിടെ ഒരുപാട് ആളുകളെ ട്രിപ്പ് വരുന്നത് കണ്ടു. പലരും വരുന്നത് ചുമ്മാ ഒരു ഡെസ്റ്റിനേഷൻ ഓടി വന്ന് കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, പോവുക. ഏജ്ഡായിട്ടുള്ള ആൾക്കാർ കുറേ പേര് വരുന്നുണ്ട്. അവർ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുക. നമ്മുടെ ജീവിതത്തിൽ വെറുതെ കളഞ്ഞ കുറേ സമയങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ആസ്വദിക്കേണ്ടതുണ്ടെന്നോ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കണ്ടിട്ടില്ലെന്നോ, അങ്ങനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങളും. അതിനുശേഷമായിരിക്കാം അവരൊക്കെ ഇതുപോലെ യാത്രകൾ വരാൻ തുടങ്ങിയത്. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ഒരു 3-4 ചേട്ടന്മാർ, നല്ല പ്രായമായിട്ടുള്ളവർ, അവർ ഒരുപക്ഷെ ഒരു ടാക്സി പിടിച്ച് വന്നതായിരിക്കാം, ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നത് കണ്ടു. വളരെ സന്തോഷം തോന്നി. വാർദ്ധക്യത്തിൽ അവരവരുടേതായ സന്തോഷം തേടി ഇറങ്ങിയതിൽ. ഇപ്പോൾ ഞാനിതുപോലെ യാത്ര നടക്കുന്ന സമയങ്ങളിൽ പലവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ യാത്ര പോകുന്നത്, ഇതുപോലെ പൈസ കളയുന്നത് എന്തിനാണ്, ഇത് കൂട്ടി വെച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നുകൂടെ, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, തീരുമാനങ്ങളാണ്, അവരെന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത്. വി ഹാവ് ടു റെസ്പെക്റ്റ് ദം. അവരുടെ ഡിസിഷൻസ് എന്താണോ, അവരുടെ തീരുമാനങ്ങളാണ്, അവരുടെ ലൈഫാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. ഇനി എത്രമാത്രം മഹത്വപരമായിട്ടുള്ള രീതിയിലുള്ള വിവാഹ ജീവിതമാണെങ്കിലും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ലൈഫാണെങ്കിലും, സന്യാസ ജീവിതമാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാര്യങ്ങൾ കണ്ടിരിക്കുക തന്നെ വേണം. യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ആളുകളെ അറിയണം. പല രാജ്യത്തും പല ദേശത്തും പല സംസ്കാരങ്ങളായിരിക്കും, പല രീതിയിലുള്ള മനുഷ്യരായിരിക്കും, പല ഭാഷകളായിരിക്കും. നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്.